കണ്ണൂരിൽ കെ സുധാകരനൊപ്പം എടുത്ത തീരുമാനത്തെ അവർ നെഞ്ചിലേറ്റി എന്നതാണ് ഇതിന്റെ ആകത്തുക. ആത്മവിശ്വാസത്തിലാണ് അവർ ഇതിന്റെ മുൻപിൽ നിൽക്കുന്നത്. അവരുടെ മുദ്രാവാക്യം വിളിയും അവരുടെ ആവേശവും കണ്ടാൽ അറിയാം അവർക്ക് പൂർണ്ണമായ കോൺഫിഡൻസ് ഉണ്ട്. ഇവിടെ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം. കേരളത്തിൽ UDF ഒരു അധികാരം തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രകടനമാണ് ഈ മുദ്രാവാക്യത്തിലൂടെ ഞാൻ ഉൾക്കൊള്ളുന്നത്. ഒരു മാറ്റമാണ്. ഇവരുടെ മനസ്സിൽ ഇവരുടെ ചിന്തയിൽ ഇവരുടെ പ്രവൃത്തിയിൽ ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലേക്ക് കടന്നു വരുന്നതിനെ ആവേശപൂർവ്വം അവർ സ്വീകരിക്കുന്നു എന്നാണ് എൻ്റെ മാനസികമായ വിലയിരുത്തൽ. എന്നാലും KS-നോട് കണ്ണൂർ കാണിക്കുന്ന ഒരു വലിയ സ്നേഹമുണ്ട്. അത് മറ്റൊരു രാഷ്ട്രീയ നേതാവിനും അവകാശപ്പെടാനില്ലാത്തൊരു സ്നേഹമാണ്. അത് എൻ്റെ പ്രവർത്തകരോടുള്ള എൻ്റെ ബന്ധമാണ്. അവരുടെ എല്ലാ സ്വകാര്യ ദുഃഖത്തിലും ഞാൻ അവരോടൊപ്പം ഉണ്ട്. ഏത് പ്രയാസത്തിലും ഞാൻ അവരോടൊപ്പം ഒട്ടി നിൽക്കുന്ന ഒരാളാണ്. ആ മാനസികമായ ഐക്യവും സ്നേഹവും ആദരവും കൂറും അവരെന്നും എന്നോട് കാണിച്ചിട്ടുണ്ട്. ഞാൻ എന്നും തിരിച്ചവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്തായാലും പൂർണ്ണമായ ആത്മവിശ്വാസം തന്നെയാണ് ഇപ്പോഴുള്ളത്. 100%, 100 അല്ല 151%. ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തെരഞ്ഞെടുപ്പിൽ അതുമൊക്കെ ഒരു ചർച്ചാ വിഷയമാവില്ലേ? സ്വാഭാവികമല്ലേ? ഇങ്ങനെ ഒരു കൊലപാതകം ഈ കേരളത്തില് ഇന്ത്യ രാജ്യത്ത് ഞാനെന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത്ര തവണ ഇത്രയും ദിവസങ്ങൾ അവനെ കൊണ്ടുപോയി അടിച്ച് ഇടിച്ച് കാലും കൈയും പൊട്ടിച്ച് അദ്ദേഹത്തെ അടിച്ച് നിലത്തിട്ട് മൂത്രം പൊഴിച്ച് മൂത്രം കുടിപ്പിച്ച് അവന്റെ മൂത്രം അവനെ കൊണ്ട് കുടിപ്പിച്ചു. ഈ തെണ്ടികളുടെ മൂത്രം അവനെ കൊണ്ട് കുടിപ്പിച്ചു. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ലോകത്തിൽ? ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ? ഇത്രയും വൃത്തികെട്ട ഇത്രയും സംസ്കാരമില്ലാത്ത ക്രൂരന്മാരായ ഒരു രാഷ്ട്രീയ വിഭാഗം ഇന്ത്യ രാജ്യത്ത് വേറെ ഏത് പാർട്ടിയാണ്? വാസ്തവത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് നട്ടലുണ്ടെങ്കിൽ ആ പാർട്ടി അതിൻ്റെ അകത്ത് പങ്കാളികളായ ആളുകളെ എന്നേക്കുമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള നട്ടല് കാണിക്കണം. പക്ഷേ അവർക്കതാവില്ല. കാരണം അവർ തന്നെയാണ് അതിന്റെ നിയന്ത്രണം. ഈ മുഖ്യമന്ത്രി ഇന്ന് CBI അന്വേഷണത്തിനൊക്കെ ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട് കുടുംബത്തിന്. പക്ഷെ അതൊക്കെ ഒരു പ്രാവർത്തികമാവുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എത്രമാത്രം പ്രാവർത്തികമെന്ന് കണ്ടറിയേണ്ടതാണ്. സത്യത്തിൽ ഇവിടെ വേണ്ടുന്നത് ജുഡീഷ്യറി എൻക്വയറിയാണ്, പോലീസിന്റെ എൻക്വയറി അല്ല. ഏത് പോലീസ് വന്നാലും അതിനെ സ്വാധീനിക്കാൻ ഇടതുപക്ഷ സർക്കാരിന് സാധിക്കും. ഇവിടെ വേണ്ടത് ജുഡീഷ്യറി എൻക്വയറിയാ. ഞങ്ങളത് KPCC ഞങ്ങളത് ആവശ്യപ്പെടുകയാണ്. ജുഡീഷ്യറി എൻക്വയറി ഈ ഗവൺമെന്റ് പ്രഖ്യാപിക്കണം. എങ്കിൽ ആ അന്വേഷണത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവും. എന്തായാലും കേരളത്തിൽ 20 സീറ്റിലും അതിശക്തമായിട്ടുള്ള മത്സരമാണ് നടക്കുന്നത്. അതിൽ തന്നെ തൃശ്ശൂരൊക്കെ വലിയ തോതിൽ ചർച്ചയാവുന്നുണ്ട്. BJP-യുടെ ഒരു മുന്നേറ്റം തൃശ്ശൂർ ഉണ്ടാകുന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതൊക്കെ ബ്ലോക്ക് ചെയ്തില്ലേ? അവിടെ മുരളി ബന്ധോടുകൂടി അത് ബ്ലോക്ക് ചെയ്തില്ലേ? ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജിയല്ലേ നമ്മൾ കാണിച്ചത്? അതല്ലേ പൊളിറ്റിക്സിന്റെ അകത്തൊരു ഇന്നലെ ഉണ്ടാക്കിയെടുത്ത തീരുമാനം. എന്തായാലും വിജയപ്രതീക്ഷ തന്നെയാണുള്ളത്. നിശ്ചയമായും. എന്തായാലും കെ സുധാകരൻ ഈ ഘട്ടത്തിൽ വലിയ തോതിൽ വിജയപ്രതീക്ഷയാണുള്ളത്. എന്തായാലും കണ്ണൂരിലെ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയപരമായിട്ടുള്ള സംഭവങ്ങൾ കൂടി ചർച്ചയാകും. ആ ചർച്ചകൾക്കൊടുവിൽ അതിശക്തമായിട്ടുള്ള അല്ലെങ്കിൽ അതിമുന്നേറ്റം ഉണ്ടാകുന്ന ഒരു വിജയം കാഴ്ചവെക്കുമെന്നാണ് കെ സുധാകരൻ പ്രതീക്ഷിക്കുന്നത്. അതുതന്നെയാണ് കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ നമുക്ക് കാണാനും കഴിയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നിമേഷ് ചൊറുവശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.